ചില സിനിമകൾ നമ്മൾ കണ്ട് ഇറങ്ങിയിട്ട് പറയും ഓഫ് സമയം പോയി നമ്മുടെ കാശും പോയി. പക്ഷെ എന്നാൽ ചില സിനിമകൾ കണ്ടിറങ്ങിയും പറയും ഓഫ് വാട്ട് എ മൂവി. അങ്ങനെ നമ്മളെ ചിന്തിപ്പിക്കുകയും നമ്മളെ ഇൻസ്പയർ ചെയ്യുകയും നല്ല മെസ്സേജും തരുന്ന ഒരു 3-4 സിനിമ പറയട്ടെ. വർഷങ്ങൾക്ക് മുമ്പ് കണ്ട സിനിമയാണ്, പക്ഷെ ഇപ്പോഴും ആ സിനിമ നൽകുന്ന മെസ്സേജുകൾക്ക് ഒരു മൂല്യമുള്ളത് കൊണ്ടാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഒന്ന് ദ ചിൽഡ്രൻ ഓഫ് ഹെവൻ ആണ്. ഒരു ഇറാനിയൻ ചലച്ചിത്രമാണ്. 2 സഹോദരങ്ങൾക്കിടയിൽ നടക്കുന്ന ഒരു കഥയാണ്. തൻ്റെ സഹോദരൻ്റെ പിഴവ് കാരണം സംഭവിച്ചു വന്നൊരു പിഴവ്, പിന്നെ അതിനുശേഷം സഹോദരിക്ക് അത് നേടിയെടുക്കാൻ വേണ്ടി സഹോദരൻ ചെയ്യുന്ന കഷ്ടപ്പാടും ത്യാഗവും സമർപ്പണം, അപ്പോൾ ഇവർ തമ്മിൽ രണ്ടുപേരുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റും വളരെ രസകരമായൊരു കഥയാണ്. അവസാനത്തെ സീനൊക്കെ വരുമ്പം വളരെ മനോഹരമായിട്ട് എടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ സിനിമ ദ പർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്. വിൽ സ്മിത്തിൻ്റെ മോനും അഭിനയിച്ച ഒരു സിനിമ. ആ സിനിമയിൽ വിൽ സ്മിത്ത് തൻ്റെ ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി കടന്നു പോകുന്ന ഒരു കഷ്ടപ്പാട്, അയാളുടെ ഒരു പോരാട്ട വീര്യം വേറെ ലെവലാണ്. ഭയങ്കര അഭിനയമാണ് വിൽ സ്മിത്തിൻ്റെ ആ സിനിമയിൽ. നമ്മൾ കണ്ടിരുന്നു പോകും. അവസാനത്തെ സീനിൽ ഈ ഓഫീസിൽ നിന്ന് ഇറങ്ങി പുള്ളിക്കാരൻ്റെ ഒരു ലക്ഷ്യം നേടിയിട്ട് അദ്ദേഹം ഇങ്ങനെ ആൾക്കൂട്ടത്തിനിടയിലൂടെ ഇങ്ങനെ നടന്നു വരുന്നൊരു സീനുണ്ട്. ഓഹ് വേറെ ലെവലാണ്. പിന്നെ മൂന്നാമത്തത് ദ ബോയ് ഹൂ ഹാർനസ് ദ വിൻഡ്. ഇതൊരു നടന്ന കഥയാണ്. നേരത്തെ പറഞ്ഞ ദ പർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്സും ഒരു ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറിയാണ്. ദ ബോയ് ഹൂ ഹാർനസ് ദ വിൻഡും ഒരു നടന്ന കഥയാണ്. പാവപ്പെട്ടവർ വസിക്കുന്ന ഒരു ഗ്രാമത്തിൽ ഒരു 13 വയസ്സായിട്ടുള്ള ഒരു ബോയ് ലൈബ്രറിയിൽ നിന്നൊക്കെ ഉള്ള ബുക്സിൽ നിന്ന് കുറേ റീസെർച്ചൊക്കെ നടത്തി സ്വന്തം അപ്പൻ്റെ സൈക്കിളിൻ്റെ പാർട്സൊക്കെ എടുത്തിട്ട് അവിടെ ഒരു വിൻഡ് ടർബൈൻ ആ ഗ്രാമത്തിൽ ഉണ്ടാക്കുന്നു, ഒരു കണ്ടുപിടുത്തം നടത്തുന്നു. ആ ഗ്രാമത്തിന് തന്നെ ഒരു പ്രതീക്ഷ നൽകുന്നു ആ കണ്ടുപിടുത്തത്തിലൂടെ. നാലാമത്തത് കാസ്റ്റവേ എന്ന് പറയുന്ന സിനിമയാണ്. ഒരു പ്ലെയിൻ ക്രാഷിൽ ഒരു മനുഷ്യൻ ഒരു ഐലൻഡിൽ അകപ്പെടുകയാണ്. വേറെ ആരെയില്ല, പുള്ളിക്കാരൻ മാത്രമേ ഉള്ളൂ മനുഷ്യനായിട്ട്. പിന്നെ അവിടെ നിന്ന് ആ മനുഷ്യൻ്റെ ഒരു സർവൈവലാണ്. അയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് പോലും നടന്നില്ല, പല രീതിയിലും സർവൈവ് ചെയ്യുക. നല്ല വണ്ണത്തിൽ പോയ മനുഷ്യൻ ഈ അവസാനമാകുമ്പോൾ ഈ മെലിഞ്ഞ് തോലൊക്കെ ഒട്ടി അങ്ങനെ എങ്ങനെയോ രക്ഷപ്പെടുന്ന ഐലൻഡിന് രക്ഷപ്പെട്ട് വന്നതിന് ശേഷവും അയാൾ ആ ജീവിതത്തിൽ തിരിച്ചെത്തുമ്പം ജീവിതം താറുമാറായിട്ട് കിടക്കുക. കാരണം ഇയാൾ ഐലൻഡിലായിരുന്നപ്പം ഭാര്യയെ കൊടുത്തയച്ചൊരു ലോക്കറ്റായിരുന്നു പ്രതീക്ഷ നൽകി ഇയാൾ ജീവൻ നിലനിർത്തി തിരിച്ചു വന്നത്. പിന്നീട് തിരിച്ചെത്തിയതിനു ശേഷം രക്ഷപ്പെട്ടതിന് ശേഷം ജീവിതം ഇയാളുടെ കയ്യിലില്ല. പിന്നെ അവസാനം ഇയാൾ പറയുന്നുണ്ട്, ഇപ്പോൾ സൺസെറ്റാണെങ്കിൽ നിശ്ചയമായിട്ടും ദെർ വിൽ ബി ടുമോറോ സൺറൈസ്. സിനിമയിൽ താല്പര്യമുള്ളവർ കാണുക. ഒത്തിരി പേര് കണ്ടിട്ടുള്ളവരായിരിക്കും ഈ സിനിമ, കാരണം ഒത്തിരി പഴയ സിനിമകളാണ്. പക്ഷേ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. എനിക്കൊന്ന് യൂട്യൂബിലും നെറ്റ്ഫ്ലിക്സിലൊക്കെ ഈ സിനിമകൾ അവൈലബിളാണ്. നിശ്ചയമായിട്ടും ചില നല്ല മെസ്സേജുകൾ ഈ സിനിമയിലൂടെ നിങ്ങൾക്ക് ലഭിക്കാതിരിക്കില്ല. താങ്ക് യു.